എല്ലാവർക്കും നമസ്കാരം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ജോലി അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. കേരളത്തിലും അവസരമുണ്ട്. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഡീറ്റെയിൽസ് നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ഇപ്പോൾ അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. 650 വേക്കൻസിയാണുള്ളത്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാമിനേഷനുണ്ട്. കൂടാതെ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 8 സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ പ്രിലിമിനറി എക്സാം വരുന്നത് ഏപ്രിൽ 11 ഓൺലൈൻ മെയിൻ എക്സാം ജൂൺ 7 ആയിരിക്കും. വേക്കൻസി നോക്കാം. ആകെ 650 വേക്കൻസിയാണ്. കേരളത്തിൽ തിരുവനന്തപുരമാണ് വേക്കൻസി ഉള്ളത്. 6 വേക്കൻസിയാണുള്ളത് കേരളത്തിൽ. തിരുവനന്തപുരത്തുള്ള ഓഫീസിലായിരിക്കും വേക്കൻസി വരുന്നത്. പ്രായപരിധി 20 മുതൽ 28 വയസ്സ് വരെയാണ്. കാൻഡിഡേറ്റ്സ് 2/2/1998 1/1/2006 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ഇത് കൂടാതെ SC/ST കാറ്റഗറി ആണെങ്കിൽ 33 വയസ്സ് വരെയും OBC കാറ്റഗറി ആണെങ്കിൽ 31 വയസ്സിലുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. PWBD കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുണ്ട്. അതുപോലെ തന്നെ എക്സ് സർവീസ് മെന്നും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് നോക്കാം. ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് വേണ്ടത്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡിഗ്രിക്ക് 50% മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ കേരളത്തിലായതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ നോളജ് വേണം. മലയാളം റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സ്പീക്ക് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അറിഞ്ഞിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഇനി സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം ഉണ്ട്. എക്സാം സ്കീം നോക്കാം. പ്രിലിമിനറി എക്സാമിനേഷൻ, മെയിൻ എക്സാമിനേഷൻ ആൻഡ് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റാണ്. പ്രിലിമിനറി എക്സാമിൽ വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. സബ്ജക്ട്സ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ് എബിലിറ്റി. ടോട്ടൽ 100 മാർക്കിനാണ്. മെയിൻ എക്സാം മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ടെസ്റ്റ് ഓഫ് റീസണിങ്, ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ടെസ്റ്റ് ഓഫ് ന്യൂമറിക്കൽ എബിലിറ്റി, ടെസ്റ്റ് ഓഫ് ജനറൽ അവയർനെസ്, ടെസ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ നോളജ്. ടോട്ടൽ 200 മാർക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉള്ളത്. എക്സാമിന് നെഗറ്റീവ് മാർക്സ് ഉണ്ട്. ഇനി എക്സാം സെൻറ്റർ എവിടേക്കാണ് വരുന്നത് നോക്കാം. എക്സാം സെൻറ്റർ കേരളത്തിൽ വരുന്നത് പ്രിലിമിനറി എക്സാമിൻ്റേത് കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ, കവരത്തിയാണ്. മെയിൻ എക്സാം സെൻറ്റർ ഉള്ളത് കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ, കവരത്തിയാണ്. മീഡിയം ഓഫ് എക്സാമിനേഷൻ നോക്കാം. ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് മലയാളം. മലയാളത്തിലും എക്സാം എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ശമ്പള സ്കെയിലൊക്കെ എത്രയാണെന്ന് നോക്കാം. തുടക്ക ശമ്പളം 29,000 രൂപയാണ്. 29,000 മുതൽ 78,640 വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. തുടക്കത്തിൽ മന്ത്ലി ശമ്പളമായിട്ട് HRA ഇല്ലാതെ 58,514 രൂപ ലഭിക്കുന്നതായിരിക്കും. സെലക്ട് ആവുന്ന ക്യാൻഡിഡേറ്റ്സിനെ ഇനിഷ്യലി പോസ്റ്റ് ചെയ്യുന്നത് ബാങ്കിൻ്റെ ഓഫീസിൻ്റെ വിവിധ സോണുകളിലായിരിക്കും. തിരുവനന്തപുരം വരുന്നത് സൗത്ത് സോണിലാണ്. അതുകൊണ്ട് തന്നെ സൗത്ത് സോണിൽ വരുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഓഫീസുകൾ ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ് ആൻഡ് തിരുവനന്തപുരമാണ്. കൊച്ചിയിലും വരുന്നുണ്ട്. ഇനി എക്സാമിന് മുമ്പ് SC, ST, OBC, PWBD കാറ്റഗറിയിലുള്ളവർക്ക് ഒരു എക്സാമിനേഷൻ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും. പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ്. എക്സാമിന് മുമ്പ് ക്ലാസ് പോലെ ട്രെയിനിങ് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അതാത് ഓഫീസുകളിലേക്ക്, റീജിയണൽ ഓഫീസുകളിലേക്ക് മെയിൽ അയക്കേണ്ടതാണ്. മാർച്ച് 10 മുമ്പായിട്ട് തന്നെ നിങ്ങൾ മെയിൽ അയക്കണം. മെയിൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾ അങ്ങോട്ട് മെയിൽ അയക്കേണ്ട, പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് മെയിൽ അയക്കേണ്ട ഒരു ഫോമുണ്ട്. ആ ഫോർമാറ്റ്, ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കാം. ഇതാണ് നിങ്ങൾ മെയിൽ അയക്കേണ്ട റിക്രൂട്ടിംഗ് ഓഫീസുകളും അവരുടെ മെയിൽ ID-യും. തിരുവനന്തപുരത്താണെങ്കിൽ നിങ്ങൾ മെയിൽ അയക്കേണ്ട മെയിൽ ID ഇതാണ്: hrmdthiro@rbi.org.in.
ഈ മെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങൾ മെയിൽ അയക്കേണ്ടത്. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഈ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾ ഇതിൻ്റെ കൂടെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് എൻക്ലോസ് ചെയ്ത് വെക്കേണ്ടത് നോക്കാം. ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ നിങ്ങളുടെ കാസ്റ്റ് അല്ലെങ്കിൽ ട്രൈബ് അല്ലെങ്കിൽ ഡിസബിലിറ്റി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ അറ്റസ്റ്റ് ചെയ്ത കോപ്പി നിങ്ങൾ മെയിലിൻ്റെ കൂടെ അയച്ചു കൊടുക്കേണ്ടതാണ് ആപ്ലിക്കേഷൻ്റെ കൂടെ. അതുപോലെ തന്നെ നിങ്ങൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്തതിൻ്റെ ഈ റെസീറ്റിൻ്റെ കോപ്പിയും കൂടി അയച്ചു കൊടുക്കണം. മാർച്ച് 10-നകം നിങ്ങൾ അയക്കണം. അതുപോലെ തന്നെ നിങ്ങൾ മെയിൽ അയക്കുമ്പോൾ മെയിലിന് സബ്ജക്റ്റ് കൊടുക്കാനായിട്ട് മറക്കരുത്. സബ്ജക്റ്റ് കൊടുക്കേണ്ടത് ഇതാണ്: ആപ്ലിക്കേഷൻ ഫോർ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റൻറ്റ് PY 2025. ഇതാണ് സബ്ജക്റ്റ് കൊടുക്കേണ്ടത്. ഈ സബ്ജക്റ്റ് കൊടുത്തിട്ടാണ് മെയിൽ അയക്കേണ്ടത്. ഇനി എക്സാമിനേഷൻ ഫീസ് ഉണ്ട്. SC ST PWD EX കാറ്റഗറിക്ക് 50 രൂപയാണ് ഫീസ് വരുന്നത്. ജനറൽ OBC EWS കാറ്റഗറി ആണെങ്കിൽ 450 രൂപയായിരിക്കും എക്സാം ഫീസായിട്ട് വരുന്നത്. SC ST OBC നോൺ ക്രിമിലിയർ EWS കാറ്റഗറിക്കൊക്കെ റിസർവേഷൻ ഉണ്ട്. റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. സർട്ടിഫിക്കറ്റ്സിൻ്റെ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ആപ്ലിക്കൻസിന് വാലിഡായിട്ട് പേഴ്സണൽ ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഇതാണ്: www.rbi.org.in. നിങ്ങൾ ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അവിടെ റിക്രൂട്ട്മെൻറ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റൻറ്റ് പാനൽ ഇയർ 2025 എന്നുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ കിട്ടും. അത് ഫില്ല് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ എക്സാമിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒറിജിനൽ ഫോട്ടോ ഐഡൻറ്റിറ്റി പ്രൂഫും അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ കോൾ ലെറ്ററും കൊണ്ടുപോകണം. ഇതാണ് സർട്ടിഫിക്കറ്റ്സിൻ്റെ ഫോർമാറ്റ്. ഇത് SC STയുടെയാണ്. OBC EWS എല്ലാ കാറ്റഗറിയുടെയും കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ചാണ് സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. PWBയുടെയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.